ഹലോ ഗൈസ്, ഇന്നത്തെ ഇവിടെ നിന്ന് ചെല്ലാൻ ഒരു കുട്ടിക്കുറുമ്പനില്ലേ, അവനെ വിളിക്കാനായിട്ട് സ്കൂളിൽ പോയാലോ. 12 മണിയായപ്പോൾ നമ്മൾ ഇറങ്ങി. എപ്പോഴും താമസിച്ചായതുകൊണ്ട് ഇന്ന് ഓട്ടോക്കാരനെ ഒരിടത്ത് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ അതാണ് വീട്. അപ്പോൾ അവിടെ ഇറങ്ങണമെന്ന് പറഞ്ഞ് ഞാൻ ഇത്തിരി ഷോയൊക്കെ കാണിച്ചിരുന്നു, കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ മിണ്ടാതെ ഇരുന്നു. ഇപ്പോൾ അവർ വന്നു എന്ന് തോന്നുന്നു. വന്നു ഇപ്പോഴാണ് മനസ്സിലാവുന്നു. കുറച്ച് നേരം ഞാൻ ഇത്തിരി പോസായിരിക്കും കേട്ടോ ഗൈസ്. ഇനി വെറുതെ താമസിക്കേണ്ട. എന്തോ വന്നു. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ യാത്ര ചെയ്ത് അങ്ങനെ ജംഗ്ഷൻ കഴിഞ്ഞു, നമ്മുടെ മൗള ജംഗ്ഷൻ. എൻ്റെ അമ്മച്ചി ഇവിടെ ഇരിപ്പുണ്ടേ. അമ്മച്ചി ഞാൻ മാത്രമേ പോകുന്നുള്ളൂ, വേറെ ആരും വന്നില്ല. ഭയങ്കര മടി. എൻ്റെ അമ്മയ്ക്ക് ഇവിടെ വീട്ടിൽ ജോലിയുണ്ട്, അതുകൊണ്ട് വന്നില്ല. പപ്പ വീട്ടിലില്ല. ചേച്ചിക്ക് ഭയങ്കര മടിയാണ്, അപ്പോൾ ചേച്ചി വന്നില്ല. വരാൻ മടിയേ ഉള്ളൂ, ബാക്കി എല്ലാത്തിനും ഭയങ്കര ഇതാണ് ഗൈസ്. ചേച്ചിക്കാണെങ്കിൽ എന്ന് വെച്ചാൽ ചേച്ചിയുടെ ഒരു എന്ന് വെച്ചാൽ ബാക്കി എല്ലാ കാര്യത്തിനും പഠിക്കുന്നതിനായാലും എല്ലാത്തിനും ചേച്ചിക്ക് നല്ല ഇൻട്രസ്റ്റും ഇതൊക്കെ ഉണ്ട്. നല്ല പഠിക്കും കേട്ടോ. പക്ഷേ ഇതാണ് ഞാൻ പണ്ട് പഠിച്ച സ്കൂളേ. പക്ഷേ ഞാനെന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റാണ്. പക്ഷെ പഠിക്കും, എന്നാലും ഇത്തിരി കുറുമ്പ് കൂടുതലാണ് ഞാനും എൻ്റെ അനിയനും. ചേച്ചി നല്ല ഇതുണ്ട്, പക്ഷെ ഇത്തിരി മടി. പിന്നെ ഞങ്ങൾ കാട്ടാക്കട എത്തി. അങ്ങനെ ഇനിയിപ്പോൾ സ്കൂളെത്തും. കുറച്ച് കട്ടാക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ കട്ടാക്കില്ല. പോകാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ എത്തും കേട്ടോ ഗൈസ്. സ്കൂൾ വിട്ട് പിള്ളേരൊക്കെ പോകാൻ തുടങ്ങി. നമ്മൾ എന്നിട്ടാണ് പോകുന്നത്. അവൻ്റെ 12 മണിക്കാണ് ക്ലാസ്. സോറി, 9 മണി തൊട്ട് 12:30 വരെ ക്ലാസ് ഉള്ളൂ. പക്ഷേ നമ്മൾ വിളിക്കാൻ പോയതോ 9:30 കഴിഞ്ഞു. ഇതെൻ്റെ ചേച്ചി സ്കൂളാണേ. 9:30 കഴിഞ്ഞു. ഇപ്പോൾ 9:40 ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ പോയി എത്തിയത്. അനിയൻ അവിടെ എനിക്ക് പരീക്ഷ കഴിഞ്ഞിട്ടേ ഇല്ലായിരുന്നു. പരീക്ഷ കഴിഞ്ഞു, അവനെ വിട്ടിട്ടില്ലായിരുന്നു. വേറെ ആരും കഴിക്കാൻ പോലും തുടങ്ങിയിട്ടില്ല. ഇനി ഞങ്ങളുടെ സ്കൂളിലെത്തിയിട്ടുണ്ട്. സ്കൂൾ കാണിക്കാൻ എനിക്ക് പറ്റുമോ എന്നറിയില്ല. അകത്തൊന്നും ഞാനാണ് ഇന്ന് വിളിക്കാൻ പോയത്. അകത്ത് അമ്മച്ചി തൊട്ടിരുന്നു. ഞാൻ പറഞ്ഞു, അമ്മച്ചി ഞാൻ വിളിക്കാൻ പോയിക്കോളാം. ഞാൻ വിളിക്കാൻ പോയിക്കോളാം. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ സ്കൂളിൻ്റെ ഫ്രണ്ട്. അങ്ങനെ അവനെയും വിളിച്ചോണ്ട് പോയി. അവന് ഭയങ്കര പുച്ഛമായതുകൊണ്ട് ഞാൻ പിന്നെ മൈൻഡ് ചെയ്യാൻ പോയില്ല. പിന്നെ നമ്മൾ അങ്ങെടുത്തു. പിന്നെ വീണ്ടും അമ്മച്ചിക്കാണെങ്കിൽ അവിടെ തുണിക്കട ഇറങ്ങണം. ഇതിനു മുമ്പേ ഗൈസ് അമ്പലത്തിൻ്റെ അവിടെ എടുത്തിട്ട് ഓട്ടോക്കാരി ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് ഗ്യാസ് എടുത്തുകൊണ്ട് അമ്പലത്തെ പൂജയ്ക്ക് വേണ്ടി എന്തൊക്കെയോ ഉണ്ടാക്കണമായിരുന്നു. അപ്പം അവിടത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയായിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ അവിടെ നിർത്തിയിട്ടാണ് പോയത്. പിന്നെ ഞങ്ങളെ വീണ്ടും വിളിക്കാൻ വന്നു. 1 മിനിറ്റിൽ വന്നു കേട്ടോ. ഇന്നലെ ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നു. അതുവരെ നമ്മളവിടെ പുറത്ത് ചൂടെടുത്ത് നിന്നു. അപ്പം എൻ്റെ അനിയ അപ്പം ഇല്ലായിരുന്നു, സ്കൂളിലായിരുന്നു. ഞാൻ പറയാൻ വിട്ടുപോയി. ഞാൻ ബാക്കിൽ നോക്കിയതാണ്. എല്ലാവർക്കും ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.